അങ്ങനെ ഇപ്പോഴേ നമ്മളെ പണ്ടത്തെ ശൈശവ വിഭാഗം ഇപ്പോഴും വേണ്ട. നമുക്ക് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അവരുടെ ജീവിതം അവർ തിരഞ്ഞെടുക്കും. എന്തെന്ന് പറഞ്ഞാൽ അവർക്കായിട്ടുള്ള സ്വാതന്ത്ര്യം, അതിനുള്ള പ്രായപൂർത്തിയാവട്ടെ. ഇപ്പോഴത്തെ ആഹാരത്തിൻ്റെ ഇതിലൊക്കെ വളർച്ചയുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു വിഭാഗത്തെക്കുറിച്ചുള്ള ഒരു ഇതിനുള്ള പക്വതയൊന്നും ആകുന്നില്ല. ഓരോരുത്തരും ഇഷ്ടമല്ലേ കല്യാണം എന്ന് പറയുന്നത്, ഓരോരുത്തരും ഇഷ്ടമല്ല. 23, 24 ആ ഏജ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് വലിയൊരു ഭാവി, അവർ ഓടിക്കളിച്ച് വളർന്ന് പാകതയും പക്വതയും എത്തിയിട്ട് വിവാഹം. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന സുപ്രീം കോടതിയുടെ വിധിയിൽ ഞെട്ടിയിരിക്കുകയാണ് മലയാളികളായ എല്ലാവരും. 15 വയസ്സ് കഴിഞ്ഞ മുസ്ലിം പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാമെന്നാണ് സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്നത്. എന്നാൽ ഈ വിധിയോട് അമ്മമാരും യുവതികളും യോജിക്കുന്നുണ്ടോ? അവരുടെ പ്രതികരണങ്ങളിലൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. എനിക്കങ്ങനെ ഏജ് വൈസ് അങ്ങനെ ഇല്ല. നമുക്കൊരു മെച്യൂരിറ്റി വന്നു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ 15 വയസ്സിൽ കെട്ടണമെന്നല്ല. മീൻസ് ഇപ്പോൾ ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ നല്ലൊരു ജോലി വേണം, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കണമെന്നാണ്. ഇപ്പം കല്യാണം നിർബന്ധമൊന്നും ഇല്ലല്ലോ. ഇഷ്ടമുണ്ടെങ്കിൽ കല്യാണം കഴിക്കില്ലെങ്കിൽ 15 വയസ്സാകുമ്പോൾ പക്വതയാവൂലല്ലോ, മെച്യൂർ ആവൂലല്ലോ. അതുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ വിവാഹം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണോ? അല്ല. എന്താ അവർക്ക് ആദ്യം കൊടുക്കേണ്ടത്? എന്താണ്? വിദ്യാഭ്യാസം, ജോലി, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനുശേഷം മതി വിവാഹം. അതിനൊരു പ്രായപരിധിയുണ്ട്. അല്ലാതെ 15 വയസ്സും 12 വയസ്സായതിനെ വിവാഹം കഴിക്കാൻ തന്നെ പറ്റില്ല. അമ്മ, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ വിവാഹമാണോ അതോ വിദ്യാഭ്യാസമാണോ ഏറ്റവും ആദ്യം നൽകേണ്ടത്? വിദ്യാഭ്യാസം ആദ്യം. നല്ലൊരു വിദ്യാഭ്യാസം നൽകിയിട്ട് വിവാഹം മതി എന്നൊരു അഭിപ്രായം. വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് വിവാഹം മതി. ഒരു 15 വയസ്സെന്ന് പറയുന്നത് ഒരു വിവാഹ പ്രായമായിട്ട് പറയാൻ കഴിയുമോ? ഇല്ല. എത്ര ഒരു വയസ്സ് കഴിയണം അമ്മയുടെ? ഒരു 19, 20 വയസ്സെങ്കിലും കഴിയണം. എന്നാൽ മാത്രമേ അവർക്കൊരു ഇത് വരുള്ളൂ, പക്വത, ചെറിയൊരു പക്വതയെങ്കിലും വരുള്ളൂ. അമ്മയുടെ അഭിപ്രായത്തിൽ ഈ വിവാഹം എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണോ? പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നല്ലതാണെങ്കിൽ പ്രധാനമാണ്. എന്നാലും ഒരു വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊടുത്തതിന് ശേഷം വിവാഹമല്ലേ നല്ലത്? അതാണ് നല്ലത്. സുപ്രീം കോടതി പറഞ്ഞെന്ന് പറയും മുസ്ലിം കുട്ടികൾ മനുഷ്യരല്ലേ, അവർ മതം മാറ്റമാണെങ്കിൽ. അപ്പോൾ അവർക്കൊരു മെച്യൂരിറ്റി വരണമെങ്കിൽ ഒരു 20 വയസ്സെങ്കിലും ഒക്കെ ആകണം എന്നാണ്. 15 വയസ്സ് ഒരു വിവാഹ പ്രായമല്ല. അല്ല. ഇപ്പം കുട്ടികൾ പെട്ടെന്ന് വളരുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ആഹാരത്തിൻ്റെ ഇതിലൊക്കെ വളർച്ചയുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു വിഭാഗത്തെക്കുറിച്ചുള്ള ഒരു ഇതിനുള്ള പക്വതയൊന്നും ആകുന്നില്ല. അവർ നല്ല മെച്യൂരിറ്റി വരട്ടെ. 18 വയസ്സ് കഴിയാതെ അങ്ങനെ വരുമോ? ഒരിക്കലും പാടില്ല, ഇഷ്ടമല്ല. എന്തായാലും താല്പര്യമില്ല. അനിയുടെ അഭിപ്രായത്തിൽ ഒരു എത്ര വയസ്സൊക്കെ കഴിഞ്ഞാൽ നമുക്കൊരു വിവാഹം എന്നൊരു കാര്യത്തെ പറ്റി? 22 വയസ്സെങ്കിലും കഴിയണം. അനി, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്നത് എന്താണ്? വിവാഹം തന്നെയല്ലേ പ്രധാനപ്പെട്ടത്. തന്നെയാണ്. എന്നാലും ഒരു വിദ്യാഭ്യാസം, നല്ലൊരു കരിയർ ഉണ്ടാക്കിയതിനു ശേഷം അതാണ് ഏറ്റവും നല്ലത്. ആ ഒരു വിധിയോട് യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാ? ഓരോരുത്തരും ഇഷ്ടമല്ലേ കല്യാണം എന്ന് പറയുന്നത്, ഓരോരുത്തരും ഇഷ്ടമല്ല. 15 വയസ്സെന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് വിവാഹം കഴിക്കാനുള്ള ഒരു പ്രായമാണോ? അത് അവർ തീരുമാനമാണ്. ഒരു പെൺകുട്ടിക്ക് എന്താ പേഴ്സണലി ഇപ്പം നോക്കുവാണെങ്കിൽ പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്നത്? എന്താ അവരുടെ ജീവിതത്തിൽ ഫസ്റ്റ് കിട്ടേണ്ടത്? എന്താണ്? എഡ്യൂക്കേഷനും കരിയർ സെറ്റാക്കാനുള്ള. അത് കഴിഞ്ഞിട്ട് വിവാഹം മതിയെന്നേ. പക്വത വരൂല പെൺപിള്ളേർക്ക്. അതുകൊണ്ട് തന്നെ പക്വത വരൂല. 15 വയസ്സിലൊക്കെ കിട്ടിയാൽ കുഴപ്പമുണ്ടാക്കിയിട്ടൊക്കെ വീട്ടിൽ വരും. അതായിരിക്കും നടക്കാൻ പോകുന്നത്. ഒരു 15 വയസ്സെന്ന് പറയുന്ന ഒരു കുട്ടിക്ക് വിവാഹം കഴിക്കാനുള്ള ഒരു പ്രായമാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല. എന്തുകൊണ്ടാണ് ചേച്ചി? 15 വയസ്സല്ലേ ആയുള്ള യോജിക്കുന്നില്ല. ആ ഒരു വിധിയോട് പേഴ്സണലി യോജിക്കുന്നുണ്ടോ? ഒരു പെൺകുട്ടിക്ക് എന്താ പ്രധാനമായിട്ട് നമ്മൾ നൽകേണ്ടത്? എന്താണ്? എഡ്യൂക്കേഷൻ, കുറച്ച് ഫ്രീഡം, അങ്ങനെ അവരുടേതായിട്ടുള്ള ഡ്രീമുമായിട്ട് അവരെ മുന്നോട്ട് വിടണം. എന്നിട്ട് അവരാഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം കല്യാണത്തിന്. ഈ ഒരു 15 വയസ്സെന്ന് പറയുന്നത് ഒരു വിവാഹ പ്രായമായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. ഒരു എത്ര വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വിവാഹത്തിനായിട്ട് ചിന്തിക്കാം? 23, 24 ആ ഏജ് കഴിഞ്ഞതിന് ശേഷം. ആ ഒരു വിധിയോട് യോജിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്തുകൊണ്ടാമ? കുട്ടികളുടെ ശൈശവകാലം പോലും കഴിയൂല. കുട്ടികൾ വളരണ്ടേ, മനസ്സും ശരീരവും വളരണ്ടേ. അവർക്ക് വലിയൊരു ഭാവി, അവർ ഓടിക്കളിച്ച് വളർന്ന് പാകതയും പക്വതയും എത്തിയിട്ട് വിവാഹം. അതൊക്കെ. അതല്ലാതെ അക്സെപ്റ്റ് ചെയ്യാനേ കഴിയൂല. അങ്ങറ്റം എതിർക്കും. കുട്ടികളാകുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസം വേണം, അവർക്ക് നല്ലൊരു ജോലി വേണം. ഒരു പെൺകുട്ടിയാകുമ്പോഴത്തേക്ക് അവർക്ക് അവരുടേതായ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം. അതുകൊണ്ട് എന്തായാലും ഒരു 15 വയസ്സെന്ന് പറയുന്നത് ഒരു വിവാഹ പ്രായമല്ല എന്നൊരു അഭിപ്രായം തന്നെയാണ്. ഒരു 15 വയസ്സെന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാനുള്ള ഒരു പ്രായമാണോ?
അല്ല അല്ല. ഒരു പെൺകുട്ടിക്ക് എന്താ പ്രധാനമായിട്ട് നമ്മൾ നൽകേണ്ടതെന്ന ഒരു മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ? ഒരു 20 വയസ്സെങ്കിലും 21 വയസ്സെങ്കിലും കഴിയണം. കഴിഞ്ഞിട്ട് വിവാഹം തന്നെയാണ് നല്ലത്. ഒരു നല്ലൊരു വിദ്യാഭ്യാസം കൊടുത്തിട്ട് വിവാഹം എന്നൊരു രീതിയല്ലേ ശരി? ആ വിധിയോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നില്ല. എന്തുകൊണ്ട് ആൻറ്റി? അങ്ങനെ ഇപ്പോഴേ നമ്മളെ പണ്ടത്തെ ശൈശവ വിഭാഗം ഇപ്പോഴും വേണ്ട. നമുക്ക് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അവരുടെ ജീവിതം അവർ തിരഞ്ഞെടുക്കും. എന്തെന്ന് പറഞ്ഞാൽ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം, അതിനുള്ള പ്രായപൂർത്തിയാവട്ടെ. വെറുതെ അവരെ ഓരോ കുഴി കൊണ്ട് തള്ളണതിന് യോജിപ്പില്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് തോന്നുന്നുണ്ടോ വിവാഹം? വിവാഹം വേണം, പക്ഷേ അത് അടിസ്ഥാനമായിട്ട് എന്താ ആന്റിയുടെ അഭിപ്രായത്തിൽ ഒരു പെൺകുട്ടിക്ക് കൊടുക്കേണ്ടത്? നമ്മൾ വേണം, വിവാഹം വേണം, പക്ഷേ അത് ഒരിക്കലും ഒരു നമ്മൾ എന്താ പറയുക, ജീവിതം പാഴാവുന്ന രീതിയിലാവരുത്. നമുക്കത് എന്ത് വന്നാലും നമ്മളത് തരണം ചെയ്തും ജീവിതം വേണം, ഒരു വിവാഹം വേണം. എന്തായാലും ഒരു 15 വയസ്സ് എന്തായാലും അതിനുള്ളൊരു പ്രായമല്ല. ഒരിക്കലും അല്ല, അതിനോട് ഒട്ടും യോജിക്കില്ല.